നമ്മളപ്പോൾ രാവിലെ ആൻറ്റിപ്പോളോ റിസാർട്ടിലൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് ഹോട്ടലിൽ വന്നു. ഊണൊക്കെ കഴിഞ്ഞ് 1.5 മണിക്കൂർ ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സമയം ഏതാണ്ട് 4 മണിയാവാറായി. ഇനിയിപ്പം നമ്മൾ ഇൻട്രാമുറോസിലേക്ക് തന്നെ പോകണം. ഇൻട്രാമുറോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം പോയ സ്ഥലമാണ്. ഇന്നലെ പിന്നെ കയ്യിൽ സ്കൂട്ടർ ഇല്ലാഞ്ഞുകൊണ്ട് ജസ്റ്റ് അവിടെ ആ റിവറിന്റെ സൈഡൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരേണ്ടി വന്നു, ചൈന ടൗണൂടെ കണ്ടിട്ട്. ഇന്നിപ്പോൾ നമുക്ക് സ്കൂട്ടർ ഉള്ളതുകൊണ്ട് അവിടുത്തെ കൂടുതൽ കാഴ്ചകൾ കാണാമെന്നുള്ള ഐഡിയയിൽ അങ്ങോട്ട് തന്നെ പോകും. കാരണം മനിലയിൽ ഈ പറഞ്ഞ പോലെ കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഹെറിറ്റേജ് ഏരിയ ആയിട്ടൊക്കെ അറിയപ്പെടുന്നതാണ് ഈ ഇൻട്രാമുറോസ്. ഇൻട്രാമുറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾഡ് സിറ്റി എന്നാണ് അർത്ഥം. സ്പാനിഷ് കൊളോണിയലിസത്തിന്റെ കാലത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഏരിയയാണ് ഇൻട്രാമുറോസ്. 16ാം നൂറ്റാണ്ടിൽ ഇവിടെ സ്പെയിൻകാർ വന്ന് ഫിലിപ്പൈൻസ് കീഴടക്കിയപ്പോഴത്തേക്കും അവരുടെ ആൾക്കാർക്ക് വേണ്ടി താമസിക്കാനും ബാക്കി അതിന്റെ സാംസ്കാരികമായ ഒരു തലസ്ഥാനം പോലെ അവരുടെ താമസ സ്ഥലം എന്നതിലുപരി അതൊരു കൾച്ചറൽ ഹെറിറ്റേജ്, പിന്നെ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ എല്ലാം ഈ ഇൻട്രാമുറോസ് കേന്ദ്രീകരിച്ചായിരുന്നു. പള്ളികള്, സ്കൂളുകള്, അങ്ങനെ ഒരു കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ ഇത് പാസിക് റിവറിന്റെ, മനിലയിലെ ഫേമസ് ആയിട്ടുള്ള പാസിക് റിവറിന്റെ സൈഡിലാണ് ഇൻട്രാമുറോസ് സ്ഥിതി ചെയ്യുന്നത്. ഒരു 300 വർഷത്തോളം ഇതിന്റെ പ്രൗഢിയൊക്കെ നിലനിന്നു. ഈ ബാറ്റിൽ ഓഫ് മനില നടന്ന സമയത്ത് 2ാം ലോകമഹായുദ്ധത്തിന്റെ കാലത്ത് കാര്യമായ നാശനഷ്ടങ്ങൾക്ക് വിധേയമായി. അത് കഴിഞ്ഞ് കുറെയൊക്കെ പുതുക്കി പണിതു. Excuse me? Yes. The cathedral is this way? Cathedral. Yeah. This way? Yeah. Oh, this way also? You can also on that one, on the side, and then Okay. just straight ahead. It's Thank you. cathedral. യുനെസ്കോയുടെ ഒക്കെ ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇൻട്രാമുറോസ്. മെയിനായിട്ട് കത്തീഡ്രല്, പിന്നെ സാന്റിയാഗോ ഫോർട്ട്, ഈ റിവർ സൈഡ് ഈവനിങ് കാഴ്ചകളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത്. എന്തായാലും അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ. Hello. The cathedral? This way? Oh. സാൻ അഗസ്റ്റിൻ ചർച്ച്, സെയിന്റ് അഗസ്റ്റിൻസ് ചർച്ചാണ്. സെയിന്റ് അഗസ്റ്റിൻ ചർച്ചിൻ്റെ ഇൻസൈഡാണ്. വെള്ളിയാഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങളാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച, അടുത്ത ഞായറാഴ്ച ഓശാന, അത് കഴിഞ്ഞ് ഇതൊക്കെ വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഈശോയുടെ രൂപമൊക്കെ കൊണ്ടുപോകുന്നു, പള്ളിക്കകത്ത് വെക്കാൻ വേണ്ടിയായിരിക്കും. ഫിലിപ്പൈൻസിലെ ഈ ഇതൊക്കെ വെള്ളിയാഴ്ചയും ഈസ്റ്റർ വാരങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതുകൊണ്ട് കൂടുതലും കടവായിരിക്കും. കുരിശിൻ്റെ വഴിയൊക്കെ ഭയങ്കരമായി ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ്. പള്ളി കണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അടുത്ത് തന്നെ സെയിൻറ്റ് അഗസ്റ്റിൻ മ്യൂസിയം ഉണ്ട്. ഇറങ്ങിയപ്പോഴത്തേക്ക് അത് ക്ലോസ് ആയിപ്പോയി. അകത്തേക്ക് കയറിയപ്പോൾ അത് ഓപ്പൺ ആയിരുന്നു, പുറത്തിറങ്ങിയപ്പോൾ ക്ലോസ്ഡ് ആയിപ്പോയി. ഇവിടെ ആൾക്ക് എൻട്രി ഫീ 200 പൈസയാണ്. സോ ഇൻട്രാമുറോസിലെ ഫേമസ് ആയിട്ടുള്ള സെയിൻറ്റ് അഗസ്റ്റിൻസ് ചർച്ചാണിത്. സെയിൻറ്റ് അഗസ്റ്റിൻസ് ചർച്ച് അതിനടുത്ത് തന്നെയാണ്. ഈ സൈഡിലാണ് കത്തീഡ്രൽ. ഞാൻ വിചാരിച്ചു ആദ്യം അതാ കത്തീഡ്രൽ എന്ന് വിചാരിച്ചു. അതല്ല, കത്തീഡ്രൽ ഈ വഴിയിലാണ്. കത്തീഡ്രൽ ഈവനിങ് 5 ആകുമ്പോൾ ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നു. നടന്നു പോവാം. സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്തു. ഇപ്പം ഇങ്ങോട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു. മനില 1945 എന്തോ മെമ്മോറിയലാണത്. 1945 മെമ്മോറിയലിന് എഴുതിയേക്കുന്നത്. കത്തീഡ്രലിലേക്കുള്ള വഴിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ വന്നു. ഫ്രണ്ടിൽ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെഡിങ് നടക്കാനുള്ളതെന്ന് തോന്നുന്നു. കാറൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
കത്തീഡ്രലിൻ്റെ ഫ്രണ്ടാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലൊക്കെ ഉള്ളതാണ്. കല്യാണം നടക്കുകയാണ്. നമുക്ക് മെയിൻ സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അവിടെ എന്തൊരു കല്യാണം നടക്കുക. ഇതാണ് കത്തീഡ്രലിന് പുറത്തുള്ള ഒരു കാഴ്ച. ഇത് പഴയ കത്തീഡ്രലാണ്. അകത്ത് AC ഒക്കെയാണ്. നമ്മൾ വന്നപ്പോഴത്തേക്കും വിസിറ്റേഴ്സ് ടൈം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ സൈഡ് എൻട്രൻസിൽ കൂടി പ്രാർത്ഥിക്കേണ്ടവർക്ക് കയറി പ്രാർത്ഥിക്കാം. പക്ഷേ കുർബാനയൊക്കെ കാണുന്ന പോലെ മെയിൻ അൾത്താരയ്ക്ക് ഫ്രണ്ടിലായിട്ടൊക്കെ നിൽക്കാൻ പറ്റില്ല. ഒരു ചെറിയ കല്യാണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം അതിനുള്ള ആൾക്കാർ മാത്രമേ അകത്തുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പാർക്കും നല്ലൊരു കൊളോണിയൽ ഫീലുണ്ട്. ആക്ച്വലി ട്രഡീഷണൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ കല്യാണത്തിന് വന്നേക്കെന്ന് തോന്നുന്നു. സ്പെയിനിലെ രാജാവ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം സ്മോൾ പോക്സ് വാക്സിനൊക്കെ ഇൻസിസ്റ്റ് ചെയ്തതിൻ്റെ നന്ദി സൂചകമായിട്ടുണ്ടാക്കിയാണ് അവിടെ എഴുതി വെച്ചേക്കുന്ന പുള്ളിയുടെ പ്രതിമ. അപ്പോൾ കത്തീഡ്രലിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. രസമുണ്ടൊരു പഴയ ഒരു കൊളോണിയൽ സ്റ്റൈല് സ്ട്രക്ചറാണ്. കുറച്ച് പ്രായമുള്ള മനുഷ്യരാണ് കല്യാണം കഴിച്ചേക്കുന്നത്. നല്ലൊരു സ്ട്രീറ്റാണ്. ഇവിടെ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ. ആൾക്കാർക്ക് നടക്കാൻ പാടില്ലാത്തവർക്ക് അല്ലെങ്കിൽ നടക്കാൻ പാടില്ലെങ്കിൽ കയറുന്ന പോയാലും മതി. കൊള്ളാം, നൈസ്. അപ്പോൾ കത്തീഡ്രലൊക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത് പോകാനുള്ളത് സാന്റിയാഗോ ഫോർട്ടാണ്. അതും ഇൻട്രാമുറോസിലെ ഒരു ഫേമസ് ഏരിയ ആണ്. വളരെ അടുത്ത് തന്നെയാണ്. 2 കിലോമീറ്റർ സ്കൂട്ടർ പോയി കഴിഞ്ഞാൽ നമുക്ക് സാന്റിയാഗോ ഫോർട്ടിന് അങ്ങോട്ട് ചെല്ലാം. അപ്പോൾ അവിടെ വന്ന് വണ്ടി പാർക്കിങ്ങിൽ വെച്ചിട്ട് അകത്തേക്ക് കയറി. ഓൾമോസ്റ്റ് ഈവനിങ് ആയി. ഇത് നമ്മൾ ആ ചർച്ചിൻ്റെ അവിടുന്ന് നേരെ കണ്ട വഴിയാണ്. ഇവിടെയാണ് ഫോർട്ട് സാന്റിയാഗോ ഫോർട്ടിൻ്റെ എക്സിറ്റ് ആണ്. മ്യൂസിക് നല്ല പഴക്കമുണ്ട്. 1571 കെട്ടിയ ഫോർട്ടാണിത്. സ്പാനിഷുകാർ വന്നപ്പോഴത്തേക്കും സ്പാനിഷ് നാവിഗേറ്ററും ഗവർണറുമായിരുന്ന മിഗുവൽ ഡി ലോപ്പസ് ലെഗാസ്പി എന്ന് പറഞ്ഞ ഒരു സ്പാനിഷ് ഗവർണർ പുള്ളി ഉണ്ടാക്കിയതാണ് ഈ ഫോർട്ട്. ഗൈഡ്സ് ബൂത്ത് ഉണ്ട് ഇവിടെ. ഇതാണ് ഫോർട്ട് സാന്റിയാഗോ. അപ്പം ഫോർട്ടിനകത്ത് ഫോർട്ടിൻ്റെ സൈഡ് വാളിന് ചുറ്റിയെല്ലാം കടകളാണ്. ഇതാണ് ഫോർട്ടിൻ്റെ വാളാണിത്. അപ്പോൾ അവിടെ ഫുള്ള് സൈഡ് വാളിൻ്റെ ചുറ്റി ഇങ്ങനെ സുവനീർ ഷോപ്പും സ്നാക്സ് കടയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുക. ഫോർട്ട് സാന്റിയാഗോ എന്ന് പറഞ്ഞാൽ മനിലയിലെ, അതായത് ഫിലിപ്പൈൻസിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റാണ്. അതുകൊണ്ട് ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ഇത് കാണാൻ വരുന്നുണ്ട്. ഫിലിപ്പൈൻസ് കാണാൻ വരുന്നവർ മനില വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് ഇൻട്രാമുറോസ് വരിക. ഇൻട്രാമുറോസിലെ ഇങ്ങനെ കത്തീഡ്രൽ കൂടാതെ ഈ റിവർ ബാങ്കിനടുത്ത് തന്നെ ആയതുകൊണ്ട് ഇത് ആൾക്കാർ കൂടുതൽ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഫോർട്ട് സാന്റിയാഗോ. സാന്റിയാഗോ ഫോർട്ടിലേക്കുള്ള എൻട്രൻസ് കാണാം. ഫോർട്ടിൻ്റെ വ്യൂ ഇവിടെ നോക്കാം. ഓൾമോസ്റ്റ് സമയം 6:15 രാത്രിയാവാൻ തുടങ്ങി. ഇതാണൊരു ഫോർട്ടിൻ്റെ വ്യൂ. ചാപ്പലും ഒക്കെ ഉണ്ട്. ഫോർട്ടിനകത്തുള്ള ചാപ്പലാണ്. ഒരു പാർക്ക്, ചെറിയൊരു ഫോർട്ടാണ്. പണ്ടത്തെ സ്പാനിഷ് കൊളോണിയൽ ടൈമിലുണ്ടായിരുന്ന ഫോർട്ടാണത്.
ഇവിടെ ഒരു ഗോൾഫ് കോഴ്സൊക്കെ ഉണ്ട് ഫോർട്ടിനടുത്ത് തന്നെ. ഗോൾഫ് കളിക്കാൻ വന്നേക്കുന്ന ആൾക്കാർ കളി കഴിഞ്ഞ് പോകാൻ തോന്നും. വയ്ക്കുന്നുണ്ടല്ലോ. പഴമ വിളിച്ചോതുന്ന നടപ്പാതകൾ. ഫോർട്ടിനകത്തോടുള്ള പാതയാണ്. പുതിയതായിട്ട് എന്തോ കൺസ്ട്രക്ഷനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. പുതിയ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നു. കുറച്ച് ഫോർട്ടൊന്ന് ഫോർട്ടിഫൈഡ് ആക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. സ്റ്റീലിൻ്റെ ബീമൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് റിനോവേഷനുള്ള പണിയാന്ന് തോന്നുന്നു. അപ്പോൾ ഫോർട്ടിൻ്റെ വെള്ളമുള്ള കിടങ്ങാണ്. ഈ സൈഡിൽ കൂടെ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ആൾക്കാർ വന്ന് കയറുന്നുണ്ട്. നമ്മളപ്പുറത്തെ സൈഡിൽ കൂടെ വന്നത്. ഇത് ഇന്നലെ നമ്മൾ വന്ന റിവർ സൈഡ് അതിൻ്റെ ഇങ്ങേ അറ്റമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇതിൻ്റെ പകുതി വരെ വന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങേ അറ്റത്തു നിന്നുള്ള വ്യൂ ആണ്. ഇപ്പോൾ ഫോർട്ടിൻ്റെ വ്യൂ ഇവിടെ നിന്നുള്ള. ടിക്കറ്റ് ബൂത്ത്, ടൂർ അസിസ്റ്റൻസ് എല്ലാം ഇവിടെ ഉണ്ട്. ആ വഴി കൂടെ ഇന്നലെ നമ്മൾ വന്ന അവിടെ വരെ പകുതി വന്നിട്ട് തിരിച്ചു പോയി. ഇങ്ങോട്ട് വന്നില്ലായിരുന്നു. സമയം നമ്മൾ നേരെ ചൈന ടൗണിൽ ആ പാലം കയറി അപ്പുറം ഇറങ്ങിയാണ് ചൈന ടൗണിൽ പോയത്. അപ്പം നമ്മളിവിടെ ചെറുതായിട്ട് വിശക്കുന്നതിന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫുഡ് റെഡിയാകുമെന്ന് തോന്നുന്നു. ഇപ്പോഴത്തേക്കൊരു ബീഫ് ഡോണറും വന്നു. ബീഫ് ഡോണർ കഴിക്കാം. അപ്പോൾ ഈ ഫിലിപ്പൈൻസ് കാഴ്ചകളൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് മണിലയിലെ 2ാം ദിവസത്തെ ഉച്ച കഴിഞ്ഞുള്ള കാഴ്ചകൾ. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ച് ഹോട്ടലിൻ്റെ അങ്ങോട്ട് പോകണം. ഒരു 20 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന്. ഡിന്നർ കഴിക്കുക, നേരത്തെ കിടന്നുറങ്ങുക. നാളെ രാവിലെ നമ്മുടെ ലോങ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 350 കിലോമീറ്ററോളം പോകേണ്ടതുണ്ട്. അപ്പോൾ നാളത്തെ ലോങ് റൈഡിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.